من خشي الرحمن بالغيب وأزلفت الجنة للمتقين غير بعيد هذا ما توعدون لكل أواب حفيظ من خشي الرحمن بالغيب ആരും കാണില്ലെങ്കിലും അല്ലാഹു കാണുമെന്ന് വിചാരിക്കുന്നവൻ, ഉറപ്പിക്കുന്നവൻ പേടിയാണ്. നിങ്ങളെ കാണുമ്പോൾ വൃത്തിയേട് ചെയ്യൂല, നിങ്ങൾ കാണുമെന്ന് പേടി. മുത്തക്കിക്കോ, നിങ്ങൾ കാണുന്നതിനേക്കാൾ പേടിയാണ് ആര് കാണുന്നത്? മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബ്. ആര് കണ്ടിട്ടില്ലെങ്കിലും വൃത്തിയേട് ചെയ്യൂല, ആര് പേടിയാണ്? അല്ലാഹുവിനെ പേടിയാണ്. മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബ് മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബ് വജാഅ ബിഖൽബി മുനീബ്. ഖേദിച്ചു മടങ്ങുന്ന ഹൃദയവുമായി അള്ളാഹുവിന്റെ അടുക്കിലേക്ക് തിരിച്ചെത്തിയവൻ. അവൻ്റെ ഹൃദയത്തിന് ഖേദിച്ചു മടങ്ങുന്നത് അതിൻ്റെ സമയം പോകും. അപ്പോൾ കൂട്ടത്തിൽ പറഞ്ഞതാണ് നമ്മളതിനൊക്കെ തയ്യാറാകണം. ഉളൂ തയ്യാറാകണം, ഉളൂനൊക്കെ തയ്യാറാകണം, ഉളൂനൊക്കെ നമ്മൾ ശരിക്ക് തയ്യാറാകണം. നല്ല റാഹത്തില്ല ഉളൂ. വെള്ളം കൂടുതൽ കളയല്ല, വെള്ളം കുറഞ്ഞ് ചിലവാക്കിയ ഉളൂ ആണ് ഏറ്റവും നല്ല ഉളൂ. വെള്ളം നല്ലോണം ശ്രദ്ധിക്കണം. ഒരു ഉളൂയിൽ അല്ലാഹുവിന്റെ ഗളബുണ്ടാകരുത്. എന്താ ഗളബുണ്ടാകുക? ഇസ്രാഫ്. വലാ തുസ്രിഫ് ഫിൽ മാ, വെള്ളത്തിൽ നീ അമിതവ്യയം ചെയ്യരുത്. വഇൻ കുൻത അലാ നഹരിൻ ജാരിൻ, സമൃദ്ധമായ ഒഴുകുന്ന പുഴയുടെ കരയിലാണെങ്കിലും, സമൃദ്ധമായി ഒഴുകുന്ന പുഴയിലാണ് ചൂട് കൊടുക്കുന്നത്. എന്നാലും എന്ത് ചെയ്യരുത്? ആവശ്യത്തിനപ്പുറം വെള്ളം ചെലവാക്കരുത്. വെള്ളം കുറഞ്ഞ് ചെലവാക്കുന്ന ഉളൂയിലാണ് അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടം. അത് പഠിക്കാം. കൊല്ലം റമദാനിൽ അതൊന്ന് പഠിക്കാം. ഞാൻ 2 ദിവസം ക്ലാസ് എടുക്കുന്നത്, ഒക്കെ ഒന്ന് പഠിക്കാം. കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയും, സൂക്ഷ്മത അറിയില്ല. ഈ പറഞ്ഞ എനിക്കും ഞാൻ തെറ്റിപ്പോവും, പിന്നെയും തിരിച്ചു തരണം. മനസ്സിലാണ്ട് പറഞ്ഞത്. ഇപ്പം മൂക്കിൽ വെള്ളം കയറ്റിച്ചിട്ടുമ്പോൾ 1 മിനിറ്റ് ചിലപ്പോൾ അവിടെ പോവും. തിരിഞ്ഞില്ല, ഒന്ന് വൃത്തിയായി മൂക്കിൽ വെള്ളം വൃത്തിയായി കയറ്റിച്ചിട്ടുമ്പോൾ കൈ, മനസ്സിലായില്ലേ പറഞ്ഞത്? ആ കൈ മൂക്കിൽ ശരിക്കും കയറ്റി ചീറ്റുമ്പോൾ പൈപ്പ് അങ്ങനെ തുറന്നിടും. പൈപ്പ് തുറന്നിടും, പൈപ്പ് ഇങ്ങനെ പോകുന്നുണ്ടാവും. നമ്മൾ ചീറ്റല്ലാണ്. അപ്പം എന്ത് ചെയ്യണം? വെള്ളം മൂക്കിലേക്ക് കയറാൻ എടുക്കണോടുകൂടെ എന്ത് ചെയ്യണം? പൈപ്പ് പൊട്ടിക്കണം. 2ാമത്തെ തൊട്ട് എടുക്കുമ്പോൾ തുറന്ന് പിന്നെ പൂട്ടിക്കളാം. അള്ളാൻ്റെ ഉതപ്പ് വരണ്ട. വെള്ളം എന്നാണ് ഭൂമിയുടെ രക്തമാണ്. വെള്ളത്തെക്കാൾ വിലയുള്ള ഒരു സാധനം ഭൂമിയിലില്ല. ഈ അല്ലാഹു തആല നിന്റെ വില വെള്ളത്തിന് വിലയാണ്. വജഅൽനാ മിനൽ മാഇ കുല്ല ഷൈഇൻ ഹയ്യ്, ഏതൊരു ജീവനെയും വെള്ളത്തിൽ നിന്ന് പടച്ച് അള്ളാഹു പറയാണ്. അപ്പം നിന്റെ വില വെള്ളത്തിന്റെ വിലയാണ്. വില ഉണ്ടെങ്കിൽ വെള്ളത്തിന് വില ഉണ്ട്. നിന്നുണ്ടാക്കിയത് കൊടുത്താ വെള്ളത്തിൽ നിന്നാണ്. മനസ്സിലായില്ലേ? വിലയുണ്ട് ഇതിനൊക്കെ, വലിയ വിലയാ. വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഭൂമിയിൽ കുറഞ്ഞ മനുഷ്യന്മാരുള്ള കാലത്ത് അവർ കുറഞ്ഞ വെള്ളം ഉപയോഗിച്ച് അവർക്ക് എങ്ങനെ ഉപയോഗിക്കാം? ഇന്ന് ഭൂമിയിൽ 800 കോടി ജനങ്ങളാണ്. ഒരു ശ്രദ്ധയില്ല. ഇതാണ് പ്രശ്നത്തിൻ്റെ അടിസ്ഥാന കാരണം. അന്നത്തെ കാലത്ത് ആളുകൾക്ക് പഠിച്ചോനെ പിടിച്ചു അള്ളാഹിന്റെ നിഅമത്താണെന്ന് ബോധമുണ്ട്. എന്നാ ബോധമില്ല. ഇന്ന് എന്തുകൊണ്ട്? ഇന്ന് ഒരു കുടം വെള്ളം ഒരാൾ എടുക്കാൻ പാടുള്ളതാണ് സർക്കാരിന്റെ നിയമമെങ്കിൽ നമ്മൾ 10 വാങ്ങും. പൈസ ഉണ്ട്, കയറ്റി വാങ്ങും. പൈസ കുറച്ച് പൈസ കുഴപ്പമില്ല, പൈസക്ക് കമ്മിയാണ്. പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ പൈസ കൊടുത്ത് വാങ്ങും. അതിനെന്താ? അതിനൊക്കെ തന്നെയല്ലേ പഠിച്ചോ പൈസ എന്ന്. അപ്പോൾ ബാംഗ്ലൂർ ഒരാൾക്ക് ഒരു കുടുംബങ്ങളാണ്. അപ്പോൾ പൈസക്കാരൻ 10 കുടം വാങ്ങും. ഓൻ പീടിയെ കൊല്ലുമ്പോൾ പറയും ചെയ്യും. എന്ത്? അതിനൊക്കെ തന്നെയല്ലേ പൈസ. ഞാൻ 25 കുടം വാങ്ങും. ഞാൻ രത്നഗിരിക്ക് വണ്ടി പറഞ്ഞിട്ടുണ്ട് വെള്ളം കൊണ്ടുവരാൻ. അല്ലാതെ ബാംഗ്ലൂരിലെ വെള്ളം കൊണ്ട് എനിക്ക് മതിയാവില്ല. അല്ല, അതിനൊക്കെ ഭയങ്കര പൈസ. ഞാൻ പൈസ അതിനൊക്കെ തന്നെയല്ലേ പൈസ. മനസ്സിലായി പറഞ്ഞത്? അതിനല്ല പൈസ. പൈസക്ക് ആവശ്യക്കാർ വിടാറുണ്ട്. പൈസ നമ്മളതല്ല, ഒന്നും നമ്മളെ മുതലല്ല, ഒക്കെ റബ്ബിൻ്റെ ആണ്. എല്ലാ റബ്ബിൻ്റെ മുതലാണ്. അപ്പം ശ്രദ്ധിക്കുക. ഞാൻ 2 കാര്യം നമ്മളോട് പറഞ്ഞു. ഒന്ന് പറയാതെ പറഞ്ഞതാണ്, കഫം വാങ്ങിയേക്കുക, ഖബറിന് പൈസ ഉണ്ടാക്കി വെക്കുക. നല്ല സൂക്ഷ്മമായി പൈസ ഉണ്ടാക്കി പതുക്കുക. വീട്ടിലോട് പറയാ, എൻ്റെ പഴകിയ കഫം പടിയാണ് ഏറ്റവും നല്ലത്. ഒരു പ്രശ്നമില്ല. നിങ്ങൾ ഇടക്കിടക്ക് അതെടുത്ത് പോപ്പിച്ചാൽ ബലം കൂടിയുള്ളൂ, ബലം കുറയില്ല. ഒരു പേടിയും പിടിക്കണ്ട.
അല്ലെങ്കിലും അത് പഴകിയ കഫം പൊടി ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രശ്നമാണ്? നിങ്ങളവിടെ കുടിഞ്ഞു, നിങ്ങളതിമ്മ യുദ്ധം ചെയ്യണില്ലല്ലോ. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലല്ലേ എന്തിപ്പോൾ ഇത് ആവശ്യമുള്ളൂ? പറയാ കഫം പൊട പഴകിയതാ ആയിക്കോട്ടെ, എന്താ ആവശ്യം? ആ കഫം പൊട ഇങ്ങോട്ടാണോ യുദ്ധത്തിനോട്? അല്ല, ആ കഫം പൊട എന്തിനു മതി? ഈ സാധനം ഞാൻ എൻ്റെ ഒരു എന്താ പറയുക, പടച്ചട്ടയാക്കാൻ ഇത് പറ്റൂല. ഞാൻ ഇത് പടച്ചട്ടയാക്കി പറ്റൂല, ഇത് ബുള്ളറ്റ് പ്രൂഫ് ആക്കിയാൽ പോകാൻ പറ്റൂല, ഇത് പൊതിയാൻ പറ്റുള്ളൂ. എന്നെ പൊതിയാൻ ഇത് പോരെ? എന്തൊരു മനുഷ്യന്മാരാണ് ഇതുപോലത്തെ 10 കുട്ടി എന്നെ പൊതിഞ്ഞൂടെ മനുഷ്യന്മാരെ? ആ പൊതിയ എന്ത് മതിയല്ലോ, യുദ്ധത്തിന് പോകണില്ലല്ലോ. എന്നും പിടിക്കണ്ട, അതെന്നെ പറയും വേണം. അത്രയും നിങ്ങൾ ഇബാദത്ത് ചെയ്തെടുത്ത് വെച്ച മുതലാണെങ്കിൽ പെണ്ണുങ്ങളോടും കുട്ടികളോടും പറയണം. അതിൽ നിങ്ങൾ ഇരിയാകരുതണ്ട. ഇരിയാകിനെ തൊട്ട് അള്ളാഹ് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഇനി എന്താര് പറഞ്ഞാലും അത് ചെയ്യണം, അത് ചെയ്യണം. എനിക്കത് മതി എന്ന് പറയണം. ഞാൻ മരിച്ചാൽ എന്തൊക്കെ ചെയ്യണം എന്ന് കൊടുവള്ളിയിൽ ഒരാളോട് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഈ ക്ലാസ്സിനോട് പറഞ്ഞിട്ടുണ്ട്. അത് ആ ആളുകളെ ആ വ്യക്തിയെ എൻ്റെ അടുത്ത ആളുകൾക്ക് അറിയും. ഞാൻ എല്ലാവരോട് പറഞ്ഞിട്ടുണ്ട്. അയാൾ മരിച്ചാൽ ഞാൻ അടുത്ത് പറയും. അത് അയാളോട് പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യണം, എന്തൊക്കെ ഖബറിൽ വെക്കണം. ഇത് ഞാൻ ഒരാളോട് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് ദുനിയാവിൽ ഈ കേരളത്തിലാണെങ്കിൽ ബാക്കിയൊക്കെ അല്ലാഹു ആലം. പിന്നെ ഇനി വേറൊരു കാര്യമുണ്ട്. നമ്മളുടെ ഒക്കെ കരുതിച്ചു, പക്ഷെ നമ്മൾ മരിച്ചത് വേറെ നാട്ടിലാണ്. അതിന് നിങ്ങൾ ബേജാറണ്ട. നിങ്ങൾ ഇവിടെ ചെയ്തൊക്കെ അള്ളാഹു അവിടെ തരും. ഒരാളെ ഒന്നും വെറുതെ ആക്കൂല. മനസ്സിലായില്ല? നിങ്ങൾ മരിച്ച ഫലസ്തീനിലാണ്. നിങ്ങളെ കഫം പുടവ എവിടെയാണ്? കേരളത്തിലാണ്. ആ കഫം പുടവ നിങ്ങൾ ഉദ്ദേശിച്ച ഏതൊക്കെ അമലുണ്ടോ ആ അമലെല്ലാം ആ ഫളിൽ ആര് തരും? അള്ളാഹു തരും. നിങ്ങൾ എടുക്കേണ്ട തഖ്ദീർ അവൻ്റെതാ. അത് പിന്നെ ബേജാറാണ്ട. ഇനി അത് കഫം പുടവ ഇവിടെ വെച്ച് പിന്നെ നാട്ടിൽ പറഞ്ഞെടുക്കണ്ട. നോക്കി കുറേ കൊണ്ടുവരുന്നു. ചിലപ്പോൾ എന്തുണ്ടായത് അതൊന്നും പറയണ്ട. മനുഷ്യൻ വിട്ടിയ ഇത് കാണില്ല ആര് ഇത് ഇങ്ങനെ പിടിച്ചിട്ടും ഒരുപാട് രാത്രി കരഞ്ഞ കണ്ണീരെ ചാടിയിട്ടില്ലേ? അത് അവിടെ കേരളത്തിലായാൽ നിനക്കെന്താ? ആ കണ്ണീരിന്റെ ഫളിലുള്ളത് അള്ളാഹു പുതിയ ഒരു കഫംപടവ നിനക്ക് പലസ്തീനിൽ കിട്ടുന്നുണ്ടെങ്കിൽ അതിന് ആ ഫളിലെല്ലാം അത് കണ്ടിരിക്കണം. ചെയ്യൂലേ? ആരും ഉറങ്ങൂ? ഇവൻ ഉറങ്ങോ? ഇജ് ചെയ്യണ ഉറങ്ങാതെ കണ്ടോനല്ലേ ആര്? അല്ലാഹ്. ഇതിനത്തിലൊക്കെ വെച്ചാറാവുന്നു. ഇതന്നെ നമുക്ക് കിട്ടുന്ന എന്താ ഉറപ്പ് ഉസ്താദെ? ഇതെന്തിനാ കിട്ടുന്ന ആവശ്യം? ഇതൊക്കെ ഒരു കേസല്ലേ? ഇതൊക്കെ ഒരു കേസല്ലേ കുട്ടി? നിന്റെ അമല് നിന്റെ കണ്ണീരൊരു വീണിട്ടുണ്ടെങ്കിൽ ആ കണ്ണീരിന്റെ ഫളിലുള്ളതാണ്. ഏത് അമേരിക്കയിൽ നീ മരിക്കണമെങ്കിലും ആര് തരും? അള്ളാഹു തരും. അള്ളാഹുവിനാണ് വെറുതെ ആക്കൂല. അതൊരു മെറ്റീരിയൽ മേലല്ല കിടക്കണത്, അത് നിന്റെ ഹൃദയത്തിലാണ്. ഒന്നും ബേജാറാവണ്ട. പണിയെടുത്തോളി. അത് ഇന്ന് പണിയെടുക്കാൻ കഴിഞ്ഞൊന്നും എടുത്തോളി. പിന്നെ ഒരു കാര്യമുണ്ട്. കഫം പുടവ വാങ്ങി വെച്ചാലുള്ള ഗുണം എന്താ പറയും കുട്ടികളെ? ഒരു ചിന്ത വരും, പോകാനായി. അപ്പം ഒരാളോട് നമുക്ക് ദേഷ്യപ്പെട്ട് വർത്താനം പറയാൻ തോന്നും. പറഞ്ഞാൽ തന്നെ നമ്മൾ എന്ത് പറയും? വൈകുന്നേരം വാപ്പ പറയും, പിന്നെ ജി പുറത്ത് തരണം, ജി വാപ്പാക്കണം. എല്ലാ തിങ്കളാഴ്ചരാവും എല്ലാ വെള്ളിയാഴ്ചരാവും ആ കഫം പുടവ നിന്നെടുത്ത് നോക്കലുണ്ട്. അപ്പം ഈ എൻ്റെ ഖബർ കണ്ടു, എൻ്റെ മയ്യത്ത് കണ്ടു. പറഞ്ഞ മനസ്സിലായി കുട്ടിയെ? മരിക്കാൻ തയ്യാറായി കൂടി. അതിൻ്റെ അർത്ഥം നാളെ മരിക്കുന്നല്ല, മരിക്കൂല എന്നല്ല, മരിക്കാൻ തന്നെ സാധ്യത. അള്ളാഹു കടങ്ങളും ബാധ്യതകൾ തീർത്ത് അള്ളാഹ്ക്ക് പൊരുത്തപ്പെട്ട രൂപത്തിൽ മരിക്കാൻ അള്ളാഹ് നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പം ഇത് നമ്മൾ ഇതല്ലേ ചിന്തിക്കണം. അതിനുറപ്പിക്കന്നെ വേണം. ഞങ്ങളുടെ രണ്ടാമത്തെ കാര്യം, ഇന്ന് 2 കാര്യം പറഞ്ഞു. ഒന്ന് ഒളുവാണ്. ഒളുവോടനുബന്ധിച്ച ഒരു പണിയാണ് ഇപ്പം നമ്മൾ പഠിക്കുന്നത്. ഒളു ആണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്നറിയോ? ഒളു ഇല്ലാത്തൊരു സമയം ഉണ്ടാകരുത്. ഞാൻ അബ്ദുൽ ഹമീദ് രണ്ടാമനെ പറ്റി കഴിഞ്ഞ കൊല്ലം മറ്റും പറഞ്ഞ ഓർമ്മയുണ്ട്. അവരുടെ മോളുണ്ട് ആയിഷ, ചക്രവർത്തിയുടെ മകൾ. ചക്രവർത്തിയെക്കുറിച്ചും എഴുതിയ പിന്നെ ഒരു പുസ്തകമുണ്ട്. അബ്ദുൽ ഹമീദ് രാജാവ് വലിയ മാനായിരുന്നു. അപ്പം എന്താ പറയുന്നറിയോ? വാപ്പ എന്ത് ചെയ്യും? അബ്ദുൽ ഹമീദ് രാജാവിൻ്റെ മകള് ആയിഷ ബാപ്പയെ കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്.
അപ്പൊ ആ പുസ്തകത്തിൽ പറയാണ് എന്ത് ബാപ്പ മണ്ണ് കൊണ്ടുപോയി വെക്കും കട്ടിലിനടിയിൽ. ഉറങ്ങുന്ന സമയത്ത് കട്ടിലിനടിയിൽ മണ്ണുണ്ടേക്കും സ്ഥിരം. എന്റെ ബാപ്പ കട്ടിൽ എണീറ്റാൽ ആദ്യം തേമം ചെയ്യും. ഇനി വെള്ളത്തിന്റെ അടുത്തേക്ക് കുറച്ചെണ്ണം നടക്കണം, അത്ര ദൂരം ശുദ്ധിയില്ലാതാവണ്ട. എന്താ മനുഷ്യന്മാരെ സൂക്ഷ്മത! സുബ്ഹാനല്ലാഹ്. ആ മനുഷ്യനാണ് മുസ്ലിം ലോകത്തെ അവസാനത്തെ ഖലീഫ. മനസ്സിലായില്ലേ പറഞ്ഞത്? 1908 അദ്ദേഹത്തെ ഗ്രീസിലേക്ക് നാട് കടത്തി. അതോടുകൂടെ മുസ്ലിം ലോകം തകർന്നു. പിന്നെ മുസ്ലിം ലോകത്തിന് ഒരു ബാപ്പുണ്ടായിട്ടില്ല. പിന്നെ അദ്ദേഹം ഖുർആൻ പകർത്തി എഴുതിയ ജീവിച്ച് മുഴുവനും. അദ്ദേഹം ഒരു സംഭവം. അപ്പൊ ഞാനിതിവിടെ കൊണ്ടുവരാനുള്ള കാരണം എന്താ, ഈ ആയിഷ എന്ന ഈ മകള് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ഉപ്പ സ്ഥിരം ഉറങ്ങുന്ന കട്ടിലിന്റെ അടിയിൽ മണ്ണുണ്ടാവും. എന്തിനാണ് മണ്ണ്? ബാപ്പാക്ക് അവിടുന്ന് എണീക്കണ്ട, എണീറ്റിരുന്നാൽ ആദ്യം മണ്ണെടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? 2 അടി മുഖം തടവി കയ്യും തടവി. ഇപ്പൊ എന്തായി? മൂമിനായ മനുഷ്യന്, മുസ്ലിമായ മനുഷ്യന് ശുദ്ധീകരിക്കാൻ 2 വഴിയില്ലേ? ഒന്നെന്താണ്? വെള്ളം. വെള്ളം തന്റെ കയ്യിന്റെ പരിധിയിലില്ലെങ്കിൽ എന്ത്? മണ്ണ്. ഇനി അതുകൊണ്ട് നിസ്കരിക്കൊന്നുമില്ല, തേമം ചെയ്തു. എന്തിന്? അള്ളാഹു പറഞ്ഞ 2ാമത്തെ ശുദ്ധി. കട്ടിൽ തന്നെ ഒതുക്കാൻ കഴിയൂല, അതിന് 4 അടി നടക്കണം. ആ 4 അടിയിൽ താൻ വീണ് മരിച്ചാലോ ശുദ്ധില്ലാതെ വിളിക്കണ്ട. അപ്പൊ അവിടെ എന്ത് ചെയ്തു? തേമം ചെയ്തു. നീ കുറച്ച് 4 അടി നടന്നാൽ വെള്ളം കിട്ടും, അപ്പൊ ഒന്നു ചെയ്യും. രാത്രിയോ ഒന്നോടുകൂടെ കിടന്നതാണ്, ഉറങ്ങിയാൽ ഒന്നു പോവും. നീ മുക്കല്ല, അതിലും തക്ലീഫില്ല. മനസ്സിലായില്ല? ഉറങ്ങിയാൽ ഒന്നുമില്ല, തക്ലീഫില്ല, ഒക്കെ കഴിഞ്ഞു, ശുദ്ധിയാക്കും. എന്റെ ഒരു മുഅ്മിനായ മനുഷ്യൻ എപ്പോഴും മരണത്തെ കാക്കണം. ഈ ക്ലാസ്സിന്റെ ഒരു ലാഭം അത് ഞങ്ങളോട് ശക്തമായി പറയാണ്, ഒന്നുമില്ലാത്തൊരു നേരം ഉണ്ടാകരുത്, ഉണ്ടാക്കുകയേ ചെയ്യരുത്. ഫുൾ ടൈം അതൊരു പ്രയാസമുള്ള കാര്യമല്ല. ആണോ? ഒരു വുളു കൊണ്ടുകൊടുക്കൽ പ്രയാസമാണോ? പറയും. ദായിമുൽ വുളുവായ ആളുകൾക്ക് കൈവക്ക. 1 2 ബാക്കിയുള്ള ചെയ്യണം. അത് ഈ ക്ലാസ്സിന്റെ ലാഭമാണ്. ഒരു ഉസ്താദ് എന്നാൽ ഞങ്ങളോട് കൽപ്പിക്കണം, നിർബന്ധിച്ച് കൽപ്പിക്കണം. അത് ചെയ്തളയോ വലിയ ഫضല. അതൊന്നും ചെയ്ത് നോക്കി എന്തൊക്കെ റാഹത്ത ഉണ്ടാക്കുക. മനസ്സിലാണ്, മനസ്സിന് സന്തോഷം. ഞാൻ പൗറിന് വേണ്ടി പറയല്ല, നിങ്ങൾക്ക് എൻ്റെ വിദ്യാർത്ഥികളല്ലേ. എനിക്കൊരു 20 കൊല്ലമായിട്ടുണ്ടാവും റബ്ബിൻ്റെ പരമായ 20 അല്ല, ഏകദേശം 2000 മുതൽ തന്നെ പറയും. ഒന്നുമില്ലാത്ത ഒരു സമയം റബ്ബിൻ്റെ സഹായത്തില്ല. റബ്ബിൻ്റെ പാരമായ അനുഗ്രഹമാണ്. ഞാൻ ഈ 10 20 24 25 കൊല്ലം ഒന്നുമില്ലാത്തൊരു വാദം പറഞ്ഞിട്ടില്ല, ഒന്നുമില്ലാത്തൊരു ക്ലാസ് നടത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഉപകരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകരിച്ചതു, എനിക്ക് ഉപകരിച്ചു. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ടാണ് ഇതൊക്കെ നിലനിൽക്കുന്നത്. അതെന്ത് കർശനാണ്. ഒന്നുമില്ലാത്ത ക്ലാസ് കൊടുക്കില്ല, ഒന്നുമില്ലാത്തൊരു നേരം വേണ്ട. അത് അള്ളാഹുവിൻ്റെ ഹബീബ് നമ്മളോട് പറഞ്ഞതാണ്. നിങ്ങൾ ഖുർറും മുഹജ്ജിനീങ്ങളായി വരണം, കൈകാലും മുഖങ്ങളും പ്രകാശിക്കുന്നവരായി വരണം. മുൻ വേദങ്ങളിൽ വരെ ഈ ഉമ്മത്തിനെ പറ്റിയുള്ളതാണ്. എന്ത്? അവരാരാ? അവർ കൈകാലുകളും മുഖങ്ങളും പ്രകാശിക്കുന്നവരാണ്. മിൻ ആസാരിൽ വുളൂഇ, വുളൂഇന്റെ ആസാറിനാൽ വുളൂഇനൊരു ഒരു ഫലമുണ്ട്. അതിൻ്റെ ഒരു സൽഫലം, വുളൂഇന്റെ സൽഫലം, ആസാർ, വുളൂഇന്റെ സൽഫലങ്ങളാൽ ഈ ഉമ്മത്ത് അന്ത്യനാളിൽ വരുമ്പോൾ കൈകാലുകളും മുഖ. ഹബീബായ നബിയോട് ചോദിച്ചല്ലോ, ഓരോ ലിക്കുല്ലി നബിയിൻ ഹൗലുൻ വമഅൽ കൗസർ. എല്ലാ നബിമാർക്കും ഹൗലുണ്ടാവും, എൻ്റെ കയ്യിൽ കൗസറും ഉണ്ടാവും. ലിക്കുല്ലി നബിയിൻ ഹൗലുൻ. അന്ത്യനാളിൽ 1,24,000 നബിമാർക്ക് അതാണെങ്കിൽ എന്തുണ്ട്? ലിക്കുല്ലി നബിയിൻ ഹൗലുൻ. എല്ലാ നബിമാർക്കും എന്തുണ്ട്? ഹൗലുണ്ട്. വമഅൽ കൗസർ, എൻ്റെ കൂടെ എന്തുണ്ട്? കൗസറുണ്ട്. ഉമ്മത്തി തെരിദുനിയ എൻ്റെ ഹൗലി, എൻ്റെ ഉമ്മത്ത് എൻ്റെ അടുക്കൽ ഹൗലൻ കരയിൽ വരും, ഞാൻ അവർക്ക് കൗസർ കൊടുക്കും. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, പറഞ്ഞല്ലേ തല കൊടുക്ക്, ചോദിക്കുന്നോട് തല കൊടുക്ക്. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, അങ്ങ് ഞങ്ങളറിയും, അങ്ങ് വഫാത്തായതിനു ശേഷം ഇവിടെ കോടാനക്കോടി ഉമ്മത്ത് വരാണ്ടാവൂലേ, അവരെ എങ്ങനെ അങ്ങ് തിരിച്ചറിയും? റസൂലുള്ളാഹിനോട്
ഞാൻ എൻ്റെ ഉമ്മത്തിനെ അവരുടെ അടയാളം കൊണ്ട് തിരിച്ചറിയും. എൻ്റെ ഉമ്മത്തിന് കൈകാലുകളും മുഖങ്ങളും വെളുക്കാനല്ല അർത്ഥം, വെളുക്കാനല്ല, പ്രകാശിക്കാനർത്ഥം. കൈകാലും മുഖം പ്രകാശിക്കും, പ്രകാശിക്കാനർത്ഥം. ഉറും ഹജ്ജലും എന്ന കൈകാലും മുഖങ്ങളും പ്രകാശിക്കുക. കേവലം വെളുപ്പല്ല, ബാക്കിയുള്ള അവയവങ്ങളൊക്കെ തവിട്ട് നിറത്തിലും ഈ സ്ഥലം മാത്രം വെളുപ്പായ വെള്ളപ്പാണ്ട് പിടിച്ചോണ്ടല്ലേ പറയാ. അത് വെള്ളപ്പാണ്ടല്ല, അതെന്താണ്? പ്രകാശം. പ്രകാശത്തിനൊരു പ്രത്യേക കളർ പറയാൻ കഴിയാത്തോണ്ട് പറഞ്ഞു ഉള്ളത്. കൈയും കാലും മുഖം എന്ത് ചെയ്യും? അവരെ പ്രകാശത്തിലെ മാഷറിന്റെ ഉൽമത്തിൽ അവർക്ക് നടക്കാൻ കഴിയും. കാരണം അവരെ മുഖവും കൈയും കാലും പ്രകാശിക്കുന്നുണ്ടാവും. മാഷറിൽ വേറെ ആൾ ലൈറ്റ് കിട്ടൂല, അവനാന്റെ ലൈറ്റിൽ അവനാ നടക്കണം. അവരുടെ പ്രകാശത്തിൽ അവരോട്. മനസ്സിലായോ? മുനാഫിഖീങ്ങൾക്ക് ആ ദിവസം പ്രകാശം ഉണ്ടാവില്ല. അപ്പോൾ മലക്കുകൾ, ഈ മുനാഫിഖീങ്ങൾ വന്നിട്ട് ഇവരെ പ്രകാശത്തിലേക്ക് ചേരാൻ നോക്കും, മലക്കൾ തടയും. അത് അവരുണ്ടാക്കിയ പ്രകാശം. നീ എന്തിനാ ആ കൂട്ടത്തിൽ ചേരുന്നു? നീ പുറത്തേക്കോ. മനസ്സിലായില്ല? ഖബറിന്ന് എണീറ്റിട്ടും അള്ളാന്റെ അകറത്തിലേക്ക് പോകുന്നതിനിടയിൽ മനുഷ്യന്മാർക്ക് എന്ത് വേണം? ഇരുട്ടാണ്. അവർക്ക് അവിടെ സ്വന്തം വെളിച്ചം വേണം. മുനാഫിഖ് എന്ത് ചെയ്യും? മുഅ്മിനീങ്ങളിലേക്ക് ചേരാൻ നോക്കും. കപട വിശ്വാസി എന്തിന് ഈ വെളിച്ചത്തിൽ പോകാൻ? മലക്കൾ സമ്മതിക്കൂല. യസ്അനൂറുഹും, അവരവരുടെ പ്രകാശം. അപ്പോൾ ഞാൻ മേശരിപ്പോ എന്റെ പ്രകാശം, നിങ്ങൾ മേശരിപ്പോ നിങ്ങളുടെ പ്രകാശം. ഈ ഉമ്മത്തിന് ഏറ്റവും വലിയ പ്രകാശമാണ് എന്ത്? കൈയും കാലും മുഖവും. കാല് പ്രകാശിക്കുന്നുണ്ട്, കൈ പ്രകാശിക്കുന്നുണ്ട്. 3 സ്ഥലത്ത് ലൈറ്റ് ഉണ്ടായ പിന്നെ പ്രശ്നങ്ങൾ. എവിടുന്ന ഈ ലൈറ്റ്? മിനാസാരി ഉളുവിന്റെ സൽഫലം. അപ്പൊ എത്രയും കൂട്ടുന്നതല്ലേ? കൂട്ടും ചെയ്യുക, അതൊന്ന് കൃത്യാക്കുക. ആദ്യം ചെയ്യേണ്ട ആദ്യം ചെയ്യുക, പിന്നെ ചെയ്യേണ്ട പിന്നെ ചെയ്യുക. മനസ്സിലായി? ചിലതൊന്നും ഇപ്പൊ നമുക്കില്ല. നിന്റെ ഈ ഉളു പോലെ ഉളു കൊടുക്കണം എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഉളുവിന് ഇപ്പൊ ഒരു ശ്രദ്ധയില്ല. പഴയ കാലത്ത് ഉളുവിന് ശ്രദ്ധയില്ല. ഞാൻ ഈ ഉളുവെടുക്കുന്നത് പോലെ ഉളുവെടുക്കുക. ഹബീബാ നബി പറഞ്ഞിട്ടുണ്ട്. ഈ ഇന്നിപ്പോ കുറച്ച് വയസ്സന്മാരും വയസ്സത്യാളായ പെണ്ണുങ്ങളും നല്ല സൂക്ഷ്മമുള്ള കുറച്ച് ഉസ്താമാരും അല്ലാതെ ആർക്കും ഉളൂന് ശ്രദ്ധയില്ല. കണ്യത്ത് ഉസ്താദ് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമാ റഹ്മത്തുള്ളാഹിന്റെ അടുത്തേക്ക് കണ്യത്ത് ഉസ്താദ് വാഴക്കാട് നിന്ന് പോയി എന്ന് പറയുന്ന താരീഖ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തിന്? മരിക്കാൻ അവസാന സമയത്ത് പിന്നെ പോയി. അവരുടെ പ്രധാനപ്പെട്ട ശിഷ്യനാണ് ആര്? ഈ കെ കണ്യത്ത് ഉസ്താദ് ശംസുൽ ഉലമാ റഹ്മത്തുള്ളാഹി. അവരുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് വാ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി ഉളു കാണിച്ചു കൊടുത്തു. എൻ്റെ ഉളുവിൽ പിഴവുണ്ടോ എന്ന് ചോദിച്ചു. കാരണം വയസ്സാവുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ മറക്കണുണ്ടോ, എൻ്റെ ഉളുവിൽ പിഴവുണ്ടോ എന്ന് നോക്കിക്കളയും. ആര്? കണ്യത്ത് അവിടെ പോയി ചിന്ത. ഈക്കൊക്കെ തെറ്റൂലെന്ന് കണ്യത്തിന് അറിയും. എൻ്റെ ഉളു നാശാകാൻ പാടില്ല എന്നും ബോധമുണ്ട്. ഉളു കൊടുക്കും നമ്മൾ, ബോധമില്ല, ബുദ്ധിബോധമില്ല. അത് എത്ര ദിവസം ഇത് പഠിക്കണം? ഇത് പഠിക്കന്നെ വേണം. അപ്പൊ എന്ത് ചെയ്യാ? ചെയ്യാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉളു ചെയ്തതുപോലെ ഉളു ചെയ്താൽ അതിന്റെ ഒരു പ്രകാശം നമുക്ക് ഉണ്ടാവും എന്ന കാര്യം ഉറപ്പാണ്. അത് മതിയാവും. അവരുടെ അടയാളം കൊണ്ട് ഞാൻ അവരെ തിരിച്ചറിയും. അവർ കൈകാലുകളും മുഖവും പ്രകാശിക്കുന്നവരാണ്. മിനാസാരി ഉളൂഇന്റെ സൽഫലങ്ങളാൽ. അസർ സൽഫലം, ആസാറ് സൽഫലങ്ങൾ. ഉളൂഇന്റെ സൽഫലങ്ങളാൽ. കാരണം അവർ ജീവിതത്തിൽ ഒരുപാട് ഉളു ചെയ്തിട്ടുണ്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ 2 കാര്യം ശ്രദ്ധിക്കുക. ഒന്ന്, എല്ലാവരും ഉളു ചെയ്യുക. 2, ഉളുവിനെ ശ്രദ്ധിക്കുക. വയസ്സായൊരു മനുഷ്യൻ, ലോകത്ത് കേരളം കണ്ട ഏറ്റവും വലിയ ഉസ്താദുൽ അസാത്തീദ്, എല്ലാവർക്കും വിജ്ഞാനം പഠിപ്പിച്ച മനുഷ്യൻ പോയിട്ട് പിന്നെ ഒന്ന് ഉളു കൊടുത്തു ശിഷ്യന്റെ മുന്നിൽ. എൻ്റെ ഒന്ന് പേക്കണുണ്ടോ നോക്ക്.
അപ്പം എൻ്റെ ഉളു പെക്കരുത്. എനിക്ക് പരലോകത്തെ അവലംബം എന്താണ്? ഈ ഉളുവാണ്, ഇതാണ് എൻ്റെ അവലംബം. ഒരു കാര്യം ചില ആളുകൾ ചോദിക്കും, അത് നന്നാകാൻ എന്താ വഴി? ഞാൻ പറഞ്ഞൊരു വഴി, ഈ ക്ലാസ് ശ്രദ്ധിച്ച നന്നാകേണ്ട വഴി പറഞ്ഞുതരാം. ഈ ക്ലാസ് ഒന്ന് ശ്രദ്ധിക്കുക. 1, ഉദു ചെയ്യുക. 2, സൂക്ഷ്മതയോട് ചെയ്യുക. 3, ഉദുവിൻ്റെ ശേഷമുള്ള ദുആ ചെയ്യുക. 4, ഉദുവിൻ്റെ സുന്നത്തെ 2 റക്അത്ത് നിസ്കരിച്ച് റബ്ബിനോട് ദുആ ചെയ്യുക. ബസ്, ഈ വ്യക്തി നന്നായിരിക്കും, ക്രമേണ നന്നാവും, ആ നാട്ടിൽ ഏറ്റവും സാലിയാവും. എന്തൊക്കെ പറഞ്ഞ് പറയാം. 1, ഉദു ചെയ്യുക. 2, വെള്ളം കുറച്ചും സൂക്ഷ്മതയോടെയും ഉദു ചെയ്യുക. മനസ്സിലായി? 3, ഉദുവിൻ്റെ ശേഷമുള്ള ദുആദായിമാക്കുക. 4, ഉദുവിൻ്റെ ശേഷം 2 റക്അത്ത് ഉദുവിൻ്റെ സുന്നത്തായ 2 റക്അത്ത് നിസ്കരിച്ച് ദുആ ചെയ്യുക. ബസ്, എന്താ ദുആ ചെയ്യുന്നത്? റബ്ബേ ചിന്നാക്കണം. ബസ്, അത്ര പറഞ്ഞ ഒന്നും റബ്ബേ ചിന്നാക്കണേ. ബസ് ഇനിയൊന്നും പറയണ്ട, രക്ഷപ്പെടും. ഒന്നും വേണ്ട, രക്ഷപ്പെടും. ഇന്നല്ലെങ്കിൽ നാളെ നന്നാവണോനെ അത് ചെയ്യുള്ളൂ. നന്നാവാത്തൊരാൾക്കത് ചെയ്യാൻ കഴിയില്ല. ഒരു ഊക്കും ചെയ്താൽ പോരല്ലോ, എന്നും ചെയ്യണ്ടേ. ചിലർക്ക് പൂജ്യൻ്റെ നന്നാകാൻ. ചിലർ ചോദിക്കും, അതെ എങ്ങനെ നന്നാകുക, ഇതെന്നെ നന്നാകില്ലേ, ഇത് ചെയ്തു നോക്കാം. എല്ലാ ദിവസവും എത്ര നിസ്കാരമ വരും, എത്ര ദുആ വരും. അവിടെ നിന്റെ മുഖത്ത് കയ്യിലും വരുന്ന വെള്ളം നിന്റെ ഹൃദയത്തിലാണ് വരുന്നത്. നന്നാവും, ഉറപ്പാന്നാവും, നന്നാവും. ഇതൊക്കെ ചെയ്ത് കാണിച്ച ഒരാൾ ഉണ്ടല്ലോ. ഒരു ദിവസം സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് ഹബീബാ നബി ചോദിക്കുക, ബിലാലെ അമൽതഹു ഫിൽ ഇസ്ലാം, മുസ്ലിമായിട്ട് എന്താ പ്രത്യേകിച്ച് ഒരു അമൽ ചെയ്തത്? ഇന്നലെ പഠിച്ചോൻ എന്നെ സ്വർഗം കാണിച്ചെന്നു, സ്വർഗത്തിൽ ചിന്റെ മുന്നിൽ നിന്റെ ചെരുപ്പിന്റെ ബാറിന്റെ ശബ്ദം ഞാൻ കേൾക്കണോ, അത്ര ദൂര. മനസ്സിലായില്ല? സുഖ പറയാണ്, നീ എന്ത് അമലാണ് പ്രത്യേകിച്ച് അമൽ ചെയ്യുന്നത് മുസ്ലിമായതിനു ശേഷം? ബിലാലെ, ഇന്നലെ അല്ലാഹു രാത്രി എനിക്ക് സ്വർഗം കാണിച്ചപ്പോൾ നീ സബഖ്തനി ഫിൽ ജന്ന, ബിലാലെ നിങ്ങൾ എത്രയോ മുന്നിലാണ്, കാലിന് ചെരുപ്പിന്റെ ശബ്ദം ഞാൻ കേൾക്കുന്നുള്ളൂ. അപ്പോൾ പറഞ്ഞില്ല, ഞാൻ പ്രത്യേകം ഇല്ല, എന്നെ അശുദ്ധി വന്ന ഉടനെ കൊടുക്കും. ഞാൻ 2 റക്അത്ത് അതന്നെ. ഇപ്പൊ എന്തിവിടെ പറഞ്ഞേ? നിങ്ങൾ എന്റെയും പറകുട്ടി, നിങ്ങൾ എന്റെയും മുന്നിലാണ്. എന്നർത്ഥം ബിലാൽ മുന്നിലാന്നല്ല, ബിലാൽ അത്ര നേട്ടം നേടിയതാണ്. അതൊരു ഉപമാലങ്കാര വാക്കാണ്. അത്രയും നേട്ടങ്ങൾ നേടിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. ഈ ഉമ്മത്തിൽ ആരെക്കാളും നേട്ടങ്ങൾ നേടിയിട്ടുണ്ട് ഒക്കെയാണ് അതിൻ്റെ അർത്ഥം. എന്തേ ചെയ്ത്? ഞാൻ പ്രത്യേകിച്ച് അമലൊന്നും ചെയ്യാറില്ല നബി, ഞാൻ അങ്ങനെ ചെയ്യും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 4 കാര്യം നൃത്യമാക്കി നോക്കി, നിർബന്ധമായി ഈ വ്യക്തി നന്നായിരിക്കും. കള്ളുടിയാണെങ്കിൽ കള്ളുടി നിർത്തിയിരിക്കും, എല്ലാം നിർത്തും, ആള് നന്നാവും. എന്തൊക്കെ 4 കാര്യം? 4 കാര്യം അതാണ് നന്നാവൻ്റെ ഒരു മാനിഫെസ്റ്റോ പറയാം കാർമ്മിക രംഗത്ത്. പിന്നെ എൻ്റെ കൽബ് നന്നാവും. ഒന്ന് ആ നന്നാലും ഉദ്ദേശിക്കും വേണം, ഒന്ന് നന്നാകണം, അള്ളാഹിലേക്ക് രക്ഷപ്പെടും. ഇതിനു വേണ്ടി ഇത് തായ്മാക്കുക. മനസ്സിലായില്ല? അത് ചെയ്യുമ്പോൾ തന്നെ നീയത്തെന്താ? എനിക്ക് നന്നാവണം. പിന്നെ നന്നാകേണ്ട രംഗങ്ങളെ നന്നാകേണ്ട രംഗങ്ങൾ തന്നെ ഒന്ന് നന്നാകണം. വേശ്യപ്പണി എടുക്കണോളാണ് അവൾക്ക് തോന്നി നന്നാകണം, ഈ ഒജിനഞ്ഞ് കഴിച്ചുകൂടാ എന്നെങ്കിൽ അവൾക്ക് വല്ലാതെ ദിവസമൊന്നും ഇനി ആ വേശ്യപ്പണി ഉണ്ടാവില്ല, രക്ഷപ്പെടുള്ളൂ. കാരണം ആദ്യം നീയത്ത് നടക്കണം. പിന്നെ വേശ്യാലയത്തിന് വന്ന ഒരു ആൾ പറഞ്ഞു, ഞാൻ തന്നെ കെട്ടിക്കോളാം. കെട്ടാൻ നമ്മുടെ പറ്റൂല, ആയിക്കോട്ടെ എന്നാൽ നമുക്ക് നാടുവിടാം. 2 നാട് വിട്ടു. ഏതോ കാതിരടുത്ത് പോയി ഹലാലാക്കി നിക്കാഹ് ചെയ്തു. പിന്നെ അയാൾ സാരിയായി, ഇവളും സാരിയായി. എന്തേ കൂടെ പറയാം, ആയിക്കൂടെ? എന്തേ ആദ്യം നടന്ന്? നെയ്യത്ത്, റബ്ബേ എനിക്ക് നിയോജനം ഉണ്ടാകരുത്. എനിക്ക് നിയോജനം ഉണ്ടാകരുത്. പലിശ കൊടുക്കുന്നൊരു എൻ്റെ പാപ്പ എന്നോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു വയസ്സനായ മനുഷ്യൻ പലിശ കൊടുക്കണ കണ്ടപ്പോൾ അയാളോട് മെല്ലെ പോയി പറഞ്ഞു, വയസ്സ് കയ്യിലെ ഇതൊക്കെ നിർത്തിക്കൂടെ?
അപ്പം അയാൾ എന്നോട് പറഞ്ഞു, വയസ്സാം കാലത്തെ ഏറ്റവും നല്ല പണി ഇതാ. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനുണ്ട് എൻ്റെ വാപ്പനോട് പറഞ്ഞതാണ്. വയസ്സായൊരു മനുഷ്യൻ തൊഴിൽപരിശ കൊടുക്കാണ്ടപ്പോൾ പറഞ്ഞു, ഞാൻ എടാ സമയം ആചാര്യ കാലമൊക്കെ കുറേ ആയില്ലേ, നീ നിർത്തിക്കൂടെ? പറഞ്ഞു വയസ്സാം കാലത്ത് ഏറ്റവും നല്ല പണി തന്നെ. ഓനോട് പറഞ്ഞ കാര്യമില്ല. ആദ്യം നീയത്ത് നടക്കണം. എന്ത്? എനിക്ക് രക്ഷപ്പെടും, വ്യഭിചാരത്തിന് എനിക്കിന്ന് രക്ഷപ്പെടണം എങ്കിൽ ഒരു ദിവസം ഒരു മനുഷ്യനെ അള്ളാഹ് അവിടെ എത്തിക്കും. അല്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള വഴി അള്ളാഹ് കാണിച്ചു കൊടുക്കും. എന്താണ് അതേപോലെ നീയത്ത് നടക്കണം. അപ്പൊ നമുക്ക് എന്താ നീയത്തിലേക്ക് നന്നാകണം. നന്നാകേണ്ട ഒന്നാം കാര്യമാണ് ഉളു കൊടുക്കുക. ഈ ഉളു എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കഴുകുക. സത്യത്തിൽ ഇവിടെയാണ് കഴുകുമെങ്കിലും ഇവിടെയാണ് കഴുകണത്. അങ്ങനെ നീയത്തി അല്ലാഹു തൗഫീഖ് തരട്ടെ. ഹബീബ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മൻ തവല്ലഅ ഫഅഹ്സന അൽവുദുഅ, ഒരാൾ വുദു എടുത്തു, ഫഅഹ്സന അൽവുദുഅ, വുദുഇനെ അയാൾ ഭംഗിയാക്കുകയും ചെയ്തു. ഭംഗിയാക്കണം, വെള്ളം ചെലവാക്കണമല്ല. എന്ത്? നന്ദിയാക്കേണ്ട വിധത്തിൽ ഭംഗിയാക്കേണ്ട വിധത്തിൽ ഭംഗിയാക്കി. ആദ്യം നിയത്ത് ചെയ്തു, മുങ്കൈ കഴുകി. മുഖയിന് ഇങ്ങനെ പരിപാടി നിൽപ്പില്ല. മറ്റു വെള്ളത്തിൽ കഴിയുക, മുഖം കഴിയുക. എന്തേ അങ്ങനെ തന്നെയല്ലേ? 90% അങ്ങനെയാണ്. അതിൽ കഴിഞ്ഞിട്ട് മുഖം കഴുകി. മുങ്കൈ കഴുകണം. ഇനിയിപ്പോൾ ഒരു ന്യായം പറയണ്ട. എന്തിന് മുങ്കൈ നേരങ്ങളിൽ കൈ മൊത്തം കുറച്ച് കഴിഞ്ഞാൽ ഞാനുണ്ട്. ഇന്നത്തെ മനുഷ്യന്മാരൊക്കെ ചിന്ത അങ്ങനെയാണ്. എന്ത്? ആദ്യം എന്ത് ചെയ്യണം? പറ, വുളു നിയത്തി ആദ്യം എന്ത് ചെയ്യണം? ഞാൻ വുളുവിൻ്റെ സുന്നത്തിന് വിട്ടുന്നു. ഇത് സുന്നത്താണ്. മുഖം കഴിക്കാൻ തുടങ്ങിയാൽ വുളുവിൻ്റെ ഫർദനെ വിട്ടുന്നു. നിയത്തിൽ വരണം. അപ്പം എന്തേ? എൻ്റെ മുങ്കൈ കഴുകണം. മുങ്കൈ കഴുകി സൂക്ഷിച്ച്. ഇവിടെയൊക്കെ എന്തുണ്ടാവും? ഇവിടെയൊക്കെ വരച്ച് കഴുകണം. മുങ്കൈ കഴുകി. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. ഒരു മഹാനുണ്ടായിരുന്നു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് അത്തഹിയാത്തിൽ ചെല്ലുമ്പോൾ വഅലൈക്കസ്സലാം എന്ന റസൂൽ തിരിച്ചു റൗദയെന്ന് പറയും. അത് കേട്ടിട്ടാണ് അത്തഹിയാത്തിന് ബാക്കി ചെല്ലുക. ഒരു ദിവസം വുളുവിൽ സൂക്ഷ്മത കാണിച്ചില്ല, ധൃതിയിൽ. അന്ന് അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറഞ്ഞിട്ട് റസൂൽ നടക്കില്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമാണ്, ശിഷ്യന്മാർ മുഅ്മിനീൻ ബാക്കിലുണ്ട്. കുറേ നേരം കഴിഞ്ഞിട്ടും ഉസ്താദ് സലാം പൊട്ടുന്നില്ല. ഇവർക്ക് പരിചയം തന്നെ കാണിക്കുക. കുറേ നേരം കഴിഞ്ഞ് ഉസ്താദ് സലാം പൊട്ടി കഴിഞ്ഞ ഉസ്താദിനോട് ചോദിച്ചു എന്ത്? അപ്പോൾ പറഞ്ഞു, ഞാൻ അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറഞ്ഞാൽ വഅലൈക്കും സലാം മുസ്തഫ നബി പറയാത്ത ഞാൻ അപ്പുറത്ത് കിടക്കാറില്ല. ഇന്ന് സലാം അടക്കില്ല. ആവർത്തിച്ച് കരഞ്ഞുകൊണ്ടേ പറഞ്ഞു. അപ്പോഴാണ് റസൂൽ സലാം അടക്കിയത്. അപ്പോൾ പിന്നെ വാക്യം ചെല്ലാൻ കഴിഞ്ഞ് എന്തേ? എനിക്കിന്ന് ഒരു സൂക്ഷ്മത ഉണ്ടായിട്ടില്ല. അതന്നെ പഠിക്കുന്നവർക്ക് പഠിച്ചോളി. അതിൽ വെറും വർത്താനം ഞാൻ ചോദ്യം തരും നിന്നു അതൊക്കെ മുഅ്മിനീങ്ങൾക്ക് നടക്കും. മുഅ്മിനീങ്ങൾക്ക് നടക്കും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അപ്പം എന്താ? അഹ്സനൽ വുളൂനെ ഭംഗിയാക്കുക എന്ന പണി ഇന്നില്ല. നേരെ മുഖത്തേക്ക് വെള്ളമാക്കുക. അള്ളാഹു ബിസ്മില്ലി നിയത്ത് ചെയ്ത് ബിസ്മില്ലി എന്ത് ചെയ്യുക? മുങ്കൈ തന്നെ സൂക്ഷിച്ച് കഴിയണം. കുറെ വെള്ളം ചെലവാക്കല്ല, അവിടെയൊക്കെ അതിൻ്റെ കൈ എത്തണം. മനസ്സിലായില്ലേ? പിന്നെ മുഖം കഴുകുക. അവിടെ ഞാനീ സാധാരണ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞല്ലോ മറ്റു മേലത്തെ കൊല്ലോ പള്ളി കമ്മിറ്റിക്കാർ ഒരു മൊല്ലാക്കാനെ നിർത്തുക ഹൗദുങ്കരയിൽ. എന്താണ് അയാളെ പണി? ജമാഅത്തിൻ്റെ വക്തുകളിലും ജുമാൻ്റെ വക്തിലും ഹൗദുങ്കരയിൽ നിൽക്കുക. എൻ്റെ ഒന്നും ശരിയായിട്ടില്ല, എൻ്റെ ഒന്നും ശരി, അത് ശരി, ശ്രദ്ധിക്ക്, അവിടെ ശ്രദ്ധിക്കുന്നു പറയാം. ഒരു വയസ്സായ മൊല്ലാക്കാൻ നിർത്തുക. ഇപ്പോഴത്തെ ബാല്യക്കാർക്ക് ശ്രദ്ധയില്ല. അയാൾക്ക് മാസത്തിൽ 10,000 ഉറുപ്പ്യ കൊടുത്താൽ 15,000 ഉറുപ്പ്യ കൊടുത്താൽ നഷ്ടമുണ്ടോ? ഇതിനൊരാളിപ്പോൾ വേണ്ടേ? പണ്ട് വേണ്ട. പണ്ടിന് ഷർത്തും പിന്നെ അമലും ശരിക്കും ജനങ്ങൾക്ക് അറിയും. ഇന്ന് കടലാസിലേ ഉള്ളൂ, ജീവിതത്തിലില്ല. ഇന്നിപ്പോൾ അങ്ങനെ മൊല്ലാക്കെങ്ങാനും ഔദുങ്കരയിൽ ഇരിക്കുകയാണെങ്കിൽ മൂപ്പർക്ക് പണിയോട് പണിയുണ്ട്. പണി തന്നെ ഇരിക്കും. മൂപ്പർക്ക് തന്നെ തല്ല് കിട്ടും. ഇപ്പോൾ
ആയിക്കോട്ടെ ആയിക്കോട്ടെ, തല്ലിട്ടിയാലും വേണ്ടില്ല. മുല്ലക്കാരെ തല്ലിണ പള്ളി നോർത്തായി കളി. ആ ഒന്നും ചെയ്യാതെ പിന്നെ കയറിച്ചെന്റെ കാര്യം. ധാരാളം ആളുകൾ പള്ളി കയറി നിസ്കരിക്കും. അതിൽ ഒരാൾക്ക് പോലും നിസ്കാരം ഒന്നും കബൂലാക്കൂല എന്ന് റസൂലുള്ളാഹി പറഞ്ഞ ഹദീസ് ഞാൻ കണ്ടിട്ടുണ്ട് അവസാന കാലത്ത്. എന്തേ? ഒരു കാരണം എന്താ? ഇവർക്ക് ഷർത്തില്ല, ബോധമില്ല, വുളു ചെയ്തിട്ടില്ല. എന്താണ് പള്ളി കമ്മിറ്റിക്ക് ഒരാൾ, ഒരു മൊല്ലാക്ക വയസ്സൻ, അയാളോട് സ്റ്റൂൾ ഇട്ടിരിക്കട്ടെ, ജമാഅത്ത് ആരോട് പറയാം? പള്ളി പ്രസിഡന്റിനോട് പറയാം. ശ്രദ്ധിച്ചാളി. ഒന്ന് വെള്ളം പാരാത്തോട്ട് മൂപ്പരന്നെ വെള്ളമാണെങ്കിൽ പാർന്നു കൊടുക്കാം. ഒന്നും ശ്രദ്ധിക്ക്. അല്ല, നമുക്കിതൊക്കെ നടന്നാൽ മതിയോ അതോ അള്ളാഹ് സ്വീകരിക്കണോ? ഇതൊക്കെ ഇങ്ങനെ നടന്നാൽ മതിയോ അത് അള്ളാഹ് സ്വീകരിക്കണോ? അള്ളാഹ് സ്വീകരിക്കണ്ടേ? നിങ്ങൾ ഈ നാളെ പള്ളിച്ചാണല്ലോ, നിങ്ങളെ പള്ളിക്കൊന്ന് നിങ്ങൾ ഔദും കരിയിൽ 10 മിനിറ്റ് നോക്കാം. 10 മിനിറ്റ് നോക്കാം. 10 മിനിറ്റിൽ 25 ആൾ ഉളു എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ 23 ആൾ ഉളവും പാത്രമായിരിക്കും. നാളെ നോക്കാം. 2 ആൾ ഉളു കിട്ടിയും കിട്ടുന്നുണ്ടാവും. ഈ 2 ആൾക്ക് തന്നെ ചിലപ്പോൾ സുന്നത്തുണ്ടായിക്കൊള്ളൊന്നുമില്ല. അതെന്താ ഉദ്ദേശം? ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കണ്ടേ? റസൂൽ കാര്യങ്ങൾ അത് റസൂൽ പറഞ്ഞ മാതിരി ചെയ്യണ്ടേ? അതിനങ്ങനെയല്ലേ പള്ളി കമ്മിറ്റി ആൾ ഏർപ്പെടുത്തണം. പള്ളി പ്രസിഡന്റ് കാളിയരും ജുമാന്റെ ഒരു ജുമാക്ക് എണീറ്റെന്ന് പറയണം. ഒരുപാട് വാദ്യക്കാരെ ഒന്നും ശരിയില്ല. ഇവരെല്ലാരും ഒരു ക്ലാസ്സിന് വിളിച്ചവര് ക്ലാസ്സിന് വരും. അല്ല ഇത് പറയാം, ഇവരെല്ലാരും ക്ലാസ്സിന് വിളിച്ചവര് ക്ലാസ്സിന് വരുമോ? അപ്പൊ മൗലവി എന്ത് പറഞ്ഞു? അടുത്ത ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ഉദൂനെ പഠിപ്പിക്കാനുള്ള ക്ലാസ് ഉണ്ട്. ഉദൂ മോശാണെന്ന് മനസ്സിലാക്കിയപ്പോ കാളിയർ പറഞ്ഞു, എന്ത്? അടുത്ത ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ നമ്മളെ മദ്രസ ഹാളിൽ വെച്ച് ഉദൂന്റെ ക്ലാസ് ഉണ്ട്. ഉച്ചച്ചോറും അവിടെ തന്നെ കിട്ടും. എന്നാലോ ചിലർ 12:30 വരും. ചോറോട് നോക്കും. നിങ്ങളൊരു ക്ലാസ് എടുത്തിട്ടും ഒരു പാട്ടെടുത്തിട്ടും ജനങ്ങളെ നന്നാക്കുക ഈ വിഷയത്തിൽ നിങ്ങൾക്ക് കഴിയില്ല. അതിനെന്താ വേണ്ടത്? ഇവിടെ കുറെ ആൾ കയറി നിസ്കരിച്ചിട്ട് എന്താ കാര്യം? ഞങ്ങൾ എൻ്റെ ബാപ്പാൻ്റെ മയ്യത്ത് 10,000 ആൾ നിസ്കരിച്ചു. അതിൽ 10 ആളെ ഉദു ചെയ്യാൻ തുടങ്ങി. എന്താ ചങ്ങായി കാര്യം? അനക്ക് പോട്ടത്തിൽ വിടാന്നല്ലാതെ എൻ്റെ ബാപ്പാൻ്റെ മയ്യത്ത് അതൊരു സംഭവം. ഇവിടെ സംഭവമാണ്, ഇവിടെ സംഭവമല്ല. എന്റെ ബാപ്പാന്റെ മയ്യത്ത് നിസ്കാരം ഇവിടെ ഒരു സംഭവം. ബാപ്പാന്റെ മയ്യത്ത് ഇങ്ങനെ നിസ്കരിച്ചിട്ട് മനുഷ്യന്മാരിങ്ങനെ പോണില്ല. പിന്നെ നിസ്കരിച്ചു. എത്ര വട്ടാണ് നിസ്കരിച്ചു? എത്ര വട്ടം നിസ്കരിച്ചു? 4 ആൾ നിസ്കാരം സ്വീകരിച്ചെങ്കിലും ഉണ്ടാവും. ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. അവിടെ വെള്ളം പോയതിന് എൻ്റെ മുട്ടും കൂടി അവിടെ നിന്ന് കിട്ടും. എൻ്റെ മയ്യത്ത് നിസ്കരിച്ചിട്ട് എത്ര അവിടെ വെള്ളം ചങ്ങായി പോയത്. നമുക്ക് നാട്ടിൽ പുതുവെങ്കിലും മുട്ടിച്ചുടായിരുന്നു. ആ മുട്ടും കൊണ്ട് മുങ്കറിനൊക്കെ തല്ലും. പള്ളി പ്രസിഡന്റ് മരിച്ചു, നാട്ടുകാരൊക്കെ നിസ്കരിച്ചു. 30 കൊല്ലത്തെ പ്രസിഡന്റാണ്. ആ നാട്ടുകാർക്ക് ഊതുവരെ മുമ്പിൽ ഓടിപ്പിച്ചിട്ടില്ല. ആ ചവിട്ടും കുത്തും കൂടിയും കിട്ടണ്ടേ? എന്നോട് ഞങ്ങൾ മറബൂക്കാന്നല്ല ആദ്യം ചോദിക്കണത്, മാൻ പ്രസിഡന്റൊക്കെയാണ് ചോദിക്കണത്. നമുക്ക് 30 കൊല്ലം അവിടെ പള്ളി പ്രസിഡന്റായിട്ട് ആ നാട്ടുകാരെ എൻ്റെ മയ്യത്തസ്കാരം വരെ സഹിച്ചില്ല. അല്ല മനുഷ്യന്മാരെ, എന്തെങ്കിലും മനസ്സിലാക്കണത്? ഒരു പള്ളി പ്രസിഡന്റിൻ്റെയും സെക്രട്ടറിൻ്റെയും ബാധ്യത എന്താ? ആ നാട്ടുകാർക്ക് ഏറ്റവും അടിസ്ഥാന നിസ്കാരം പഠിപ്പിക്കലല്ലേ? അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ ഇതൊക്കെ നമ്മൾ ചിന്ത തമാശല്ല. ഇത് വേണമെന്ന് വിചാരിച്ചാൽ നടക്കുമല്ലോ. നമ്മൾ 3 കോടി 5 കോടിയുടെ പള്ളി ഉണ്ടാക്കി. ഇതല്ലേ ഇപ്പൊ മത്സരം? പള്ളിയുടെ കാര്യത്തിൽ ജനങ്ങൾ ദുരഭിമാനം പറയുന്ന കാലം വരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. പുണ്യ റസൂൽ മുസ്തഫ ഓരോരുത്തരും 1 കോടി 2 കോടി 10 കോടി 100 കോടി 15 കോടി 5 കോടിന്റെ ഒക്കെ പള്ളിയല്ലേ? എടാ, ഈ പള്ളിയിൽ 14 ആൾ നിസ്കരിക്കും. ആയിക്കോട്ടെ, 10 ആൾ ഒന്നും സഹി അല്ലെങ്കിൽ ഇതിനെ വെള്ളം കളഞ്ഞ വെറുതെ ഇത് മൗക്കൂഫായ വെള്ളം കൂടിയാണെങ്കിൽ
കിണർ വഖഫിന്റെ കിണറാണ്, മൗഖൂഫായ വെള്ളം. ആ വെള്ളം നാശാക്കിയ കുറ്റം കൂടി ഉണ്ടാവില്ല. ഈ മനുഷ്യന്മാർക്ക് ഉളു സഹിയാക്കി കൊടുക്കേണ്ട കമ്മിറ്റി, അല്ലാതെ എന്താ കമ്മിറ്റിക്ക് പണി? ആദ്യം കമ്മിറ്റിക്കാർ പോണതിന് വരുന്നതിന് മുമ്പ് ഇത്തരം കമ്മിറ്റിയിൽ എടുക്കണമെങ്കിൽ ഒരു നിയമം വെക്കുക. എന്ത് ഓന്റെ ഉളു സഹിയാണോ നോക്കുക. ലയൺസ് ക്ലബിന്റെ കമ്മിറ്റി അല്ലല്ലോ, പള്ളി കമ്മിറ്റി അല്ലേ? അല്ല കുട്ടികളെ, ഇത് ലയൺസ് ക്ലബിന്റെ കമ്മിറ്റി അല്ലല്ലോ. ലയൺസ് ക്ലബിന്റെ കമ്മിറ്റി ആണെങ്കിൽ ഓന് പന്തളിക്കും ബിസ് അടിക്കാൻ കഴിയുമെന്ന് നോക്കിയാൽ മതി. പള്ളി കമ്മിറ്റി അല്ലേ? പള്ളി കമ്മിറ്റിക്ക് അടിസ്ഥാനാണ് എന്ത്? ഓനക്ക് പള്ളി കയറുമ്പോ ആദ്യമുള്ള ഉളു അല്ലേ? അവന് ഉളു സഹിയാവാൻ നിസ്കാരം, പിന്നെ ഉളു സഹിയാണ്. ആദ്യം പള്ളി കമ്മിറ്റിനെ ഉളു സഹിയാക്കുക, എന്നിട്ട് മതി ബാക്കിയൊക്കെ പള്ളി കമ്മിറ്റിനെ ഉളു സഹിയാക്കുക. എന്നിട്ട് അവരെ ഉത്തരവാദിത്തം എന്ത്? ഉളൂഇനെ അതിന്റെ ഭംഗിയിൽ നിർവഹിച്ചു എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ലേ? ഓരോ ഹദീസിലും പറയുന്നുണ്ട്, ഉളൂ ചെയ്തു, ഉളൂഇനെ അതിന്റെ ഭംഗിയിൽ നിർവഹിച്ചു. കേവലം മുഖത്തും കൈയും കാലും വെള്ളം തകരാണോ ഉളൂ? മുങ്കൈ കഴുകുക, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക. വായിൽ വെള്ളം കൊപ്പിളിച്ചു, മൂക്കിൽ വെള്ളം കയറ്റി. പണി ആരെടുക്കണം? ഈ പണി എടുക്കുന്നെങ്കിൽ 90% രോഗം ഉണ്ടാവില്ല. ഈ പണിയെടുക്കുന്ന ഒരാൾക്ക് 90% രോഗം ഉണ്ടാവില്ല. രോഗങ്ങളുടെ അടിസ്ഥാനം എന്താണ്? വായുവിന്റെ സർക്കുലേഷൻ തടയലാണ്. മനസ്സിലായില്ല? അതിന്റെ സാധനം മുഴുവൻ എവിടെ കയറും? ഇവിടെ. ഹബീബാർ താജിമോക്ക് വേദനയാവും. നമുക്കാക്കി ഇവിടെ വേദന ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് കൊടുക്കുമ്പോൾ വുളൂഇൽ ഒരു സ്ഥലത്ത് മാത്രം വേദന വരും. എവിടെ? തരിമുക്കിൽ. തരിമുഖ കയറ്റി പുറത്താക്കണം. അപ്പൊ എന്തായി? അവിടെ എന്തൊക്കെ ശരിയാക്കിയത്? നിന്റെ ഫിസിക്കലായ ബോഡി വരെ അള്ളാഹു ശരിയാക്കി തന്നില്ലേ? ഈ രോഗത്തിന് കുട്ടി, രോഗത്തിന്റെ അടിസ്ഥാനം എന്താ? വായു തടഞ്ഞു പോവുക, മോശപ്പെട്ട വായു ശരീരത്തിൽ കയറുക. 2, വായു കയറാതിരിക്കുക. മനസ്സിലാണ്ട് പറഞ്ഞത്? ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും സർക്കുലേഷൻ ക്ലിയർ ആയാൽ തന്നെ ബോഡിയുടെ 90% രോഗം ഉണ്ടാവില്ല. അതൊരു മുസ്ലിമിന് ഉണ്ടാകാൻ പാടില്ലല്ലോ. ഒരു മുസ്ലിമിന് ഇത്തരം ജീവിത ശൈലി രോഗം ഉണ്ടാകാൻ പാടില്ല. എന്തുകൊണ്ട്? തിന്നണയിൽ ഒരു കണക്കുണ്ട്, കുടിക്കണയിൽ കണക്കുണ്ട്, പിന്നെ 5 വഖത്ത് നിർബന്ധം. എന്ത് നിർബന്ധം? ഉള്ളൂല്ലേ? പറയ കുട്ടി, 5 വഖത്ത് നിർബന്ധം ഉള്ളൂല്ലേ? ഉളൂവിനെ അവൻ ഭംഗിയാക്കി. ആ ഭംഗിയിൽപ്പെട്ടതാണല്ലോ ഇപ്പൊ എപ്പോഴും ഫർദിൽ കിടന്നിട്ടില്ല. ഉളൂവിന്റെ ഫർദിൽ കിടക്കൽ എവിടുന്നാണ്? മുഖം അതിന്റെ മുമ്പ് എന്ത് ക്ലിയറായി? മൂക്കിൽ വെള്ളം കയറ്റി. എന്തേ മൂക്ക് മുഖത്തിൽ പെട്ടാലേ എന്തേ അവിടെ അത് വേറിട്ട് ചെയ്യണം. അതൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ല. അത് വേറിട്ട് ചെയ്യിപ്പിച്ചാൽ എന്താ? മൂക്കിൽ വെള്ളം കയറ്റി പുറത്തേക്ക് ചീറ്റി കളയണം. അത് 3 തവണ ചെയ്യണം. അതിരാവിലെ ആകുമ്പോൾ അവൻ ശക്തി വീണ്ടും കൂട്ടണം. എന്തുകൊണ്ട്? മണിക്കൂർ കണക്കിന് നീ വെറുതെ കിടന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണോ വരുന്നത്, എന്തൊക്കെ ഡസ്റ്റുകൾ നിന്റെ മൂക്കിൽ കയറി അറിയില്ല, ഇതെല്ലാം പുറത്താക്കണം. പിശാച് അവിടെ വന്ന് നടക്കും. കാരണം വൃത്തികേടുന്ന സ്ഥലമാണ് അത്, അവിടെ നടക്കും. അത് ഒഴിവാക്കി പോകണം. ഈ മനുഷ്യന് അതോടുകൂടി 5 വഖത്ത് ശരിക്കും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റിയാൽ, ഇപ്പൊ ഞാൻ പറയട്ടെ, നാച്ചുറോപ്പതിക്കാരുടെ ഒരു ചികിത്സാ രീതിയാണ് എന്ത്? മൂക്കുകൾ ഇറക്കുക. നാച്ചുറോപ്പതി ആശുപത്രികളിൽ ഡോക്ടർമാരെ കണ്ട ആളുകൾ കൈപൊക്കി. അത് നാച്ചുറോപ്പതിയുടെ പ്രധാനപ്പെട്ട ചികിത്സാ രീതിയാണ് എന്ത്? ഇപ്പൊ നാച്ചുറോപ്പതിയുടെ ഡോക്ടറെ അഡ്മിറ്റ് ചെയ്താൽ ആദ്യ ദിവസം എന്താ ചെയ്യാനറിയോ? 1, 2, 3 എന്നും 3 ദിവസമൊക്കെ കറക്റ്റാണ്. എന്ത് ചെയ്യും? രാവിലെയും വൈകുന്നേരവും എന്ത് ചെയ്യും? മൂക്കിൽ വെള്ളം കയറ്റി ഇതിലേക്ക് വെള്ളം കയറ്റി ഇതിലിറക്കും, ഇതിലെ വെള്ളം കയറ്റി ഇതിലിറക്കും. മനസ്സിലായേ? കണ്ണിൽ വെള്ളം കയറ്റും, പുറത്താക്കും. മൂക്കിൽ വെള്ളം കയറ്റി ഇറക്കാനൊരു ഉപകരണം നാച്ചുറോപ്പതിയിലുണ്ട്. മൂക്ക് ക്ലിയർ ആക്കിയിടും. ഒരു മനുഷ്യന്റെ ബോഡിയിൽ ആദ്യം ക്ലിയർ ആക്കിയിരുന്നത് എന്താണ്? ഈ വായു മൂക്കാണ്. മിസ്വാക്ക് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നെങ്കിൽ ഞാനത് ഫർളായ ഗണത്തിൽ ഉൾപ്പെടുത്താൻ റബ്ബിനോട് ശുപാർശ ചെയ്യുമായിരുന്നു എന്ന് ഹബീബായ നബി പറഞ്ഞില്ലേ? മിസ്വാക്ക് ചെയ്യണം.
എന്റെ ദന്തശുദ്ധീകരണം നിന്റെ രോഗങ്ങളിൽ 90% തന്നെ ഇല്ലാതെയാവും. ഒരു മുസ്ലിമിന് എങ്ങനെ രോഗം ഉണ്ടാവുക? നമ്മൾ ഈ വുളു എടുക്കുന്നത് ആർക്കാ വുളുവിൽ ശ്രദ്ധ ഉള്ളത്? മിസ്വാക്കോട് കൂടിയുള്ള ഒരു വുളുവിന് മിസ്വാക്കില്ലാതെ 70 വുളുവിനേക്കാൾ സ്ഥാനമാണ്. എന്താണ്? മിസ്വാക്ക് ചെയ്യാത്ത ദന്തശുദ്ധീകരണം നടത്തിയതിനു ശേഷമുള്ള ഒരു വുളുവിന്റെ സ്ഥാനം ദന്തശുദ്ധീകരണം ഇല്ലാത്ത 70 വുളുവിനേക്കാൾ സ്ഥാനമാണ്. എന്തിന്? ദന്തശുദ്ധീകരണമുള്ള ഒരു വുളുവിന്. മുസ്തഫ നബി പറഞ്ഞില്ലേ? ആർക്കാ ശ്രദ്ധ ഉള്ളത്? ആരാ വായ ശുദ്ധീകരിക്കുള്ളത്? ആ മനുഷ്യന്മാർക്ക് രോഗം ഉണ്ടാവില്ല. ദുർഗന്ധമേറ്റ് മലക്കുകൾ വെറുക്കുന്നതാ. 10 ആള് ഒരു പള്ളിക്ക് നിസ്കരിക്കുക എങ്കിൽ ബാക്കിയുള്ളവർ നിസ്കാരം നിർത്തും. കാരണം പല ദുർഗന്ധം അതിന് മാത്രം ഉണ്ടാവും. ഇനിയിപ്പോ AC വെച്ച പള്ളിയാണല്ലോ, എയർടൈറ്റ്, പിന്നെ പുറത്തും പോകില്ല. ഓ ഓ ഓ ഓ വിമാനത്തിൽ കയറുന്നതിൽ എനിക്ക് ഏറ്റവും വിഷമമുള്ളൊരു കാര്യം, വിമാനത്തിൽ കയറിക്കഴിഞ്ഞാൽ ഒരു ലാസ്റ്റ് സമയമൊക്കെ ആകുമ്പോഴത്തേന് ഭയങ്കര അസഹനീയമാവും. അവർ വന്നിട്ട് എയർ ഫ്രഷ്നർ അടിക്കും. പക്ഷേ എയർ ഫ്രഷ്നർ അടിച്ചാലും ഈ വൃത്തികൾ തന്നെ ഉണ്ടാവും, എയർ ടൈറ്റ് ഉണ്ടാവും വിമാനത്തിന്. പ്രത്യേകിച്ച് നമ്മൾ 3, 4, 5, 5, 6, 7 മണിക്കൂറൊക്കെ ഉള്ള ഫ്ലൈറ്റുകൾ, ചുരുങ്ങിയ ഫ്ലൈറ്റാണ് പറയണം. വലിയ ഫ്ലൈറ്റുകൾ അമേരിക്കയിലൊക്കെ പോകുന്നതിന് അല്ലേ, അവർ ഇപ്പോൾ ജിദ്ദയിൽ പോകുകയാണെങ്കിൽ 5-5.5 മണിക്കൂർ, കുവൈറ്റ് പോകണമെങ്കിൽ 5-5.5 മണിക്കൂർ, 4 മണിക്കൂർ എന്താണെങ്കിൽ ദുബായിലേക്ക് പോകണല്ലോ. ഇതിലൊക്കെ ലാസ്റ്റ് അവർ ആകുമ്പോഴത്തേന് എന്താവും? ഇവിടെ എന്ത് നിറയും? ഈ കാർബൺ ഡൈ ഓക്സൈഡ് നിറയും, എയർ ടൈറ്റ് ഉണ്ടാവും. അത് ഈ പല്ല് മര്യാദയ്ക്ക് തേക്കാത്തവരുടെ അവസ്ഥയും കൂടി അവരാണെങ്കിൽ സഹിക്കാൻ കഴിയൂല. ഇനി അതേ അവസ്ഥ വരാൻ പോണേ നമ്മളെ പള്ളിയൊക്കെ. ഇപ്പൊ ഒരു കൗതുകമാണ്, 2 കൊല്ലം കഴിഞ്ഞാൽ പറയും ആവൂല, അന്ന് AC ഒഴിവാക്കാനും കഴിയൂല, എന്നാ ഞാൻ മാറ്റി നിർത്തും. തിരിഞ്ഞില്ല. ഇനി വരാൻ പോണ നിങ്ങൾ കണ്ടോളി, ഇനി വരാൻ പോണ നിങ്ങൾ കണ്ടോളി. ഇനി പള്ളിക്കായ മാറ്റുന്ന ആളുണ്ടാവില്ല. എന്തുകൊണ്ട്? AC വെച്ചോണ്ട്. കാരണം ഈ എയർ ടൈറ്റിൽ മനുഷ്യന്റെ അവസ്ഥ എന്നാ ദന്തശുദ്ധീകരണം നമ്മളോട് പഠിപ്പിക്കില്ല. ഇതിനൊരാള് 2 ആളെ നിർത്തി ഓരോരുത്തർക്ക് 20,000 രൂപ വെച്ച് ശമ്പളം കൊടുത്തു. 2 ആള്. ആ നാട്ടിലൊരു ഉത്തരവാദിത്തപ്പെട്ടൊരു ഈമാൻദാരിയായ ഒരു സ്വാലിയ മനുഷ്യനൊന്നും ഒരു മൊല്ലാക്കി അപ്പുറം മൊല്ലാക്ക പറഞ്ഞു കൊടുക്കാൻ, മറ്റോ കാലുമക്ക് വെള്ളം പറഞ്ഞു കൊടുക്കാൻ, മൂക്കിൽ വെള്ളം കയറ്റി ചീച്ച ശരിയായില്ല, ഒന്നുകൂടി ശരിയാക്കി എന്ന് മൊല്ലാക്ക പറയാൻ. വലിയ പള്ളിയൊക്കെ ആണെങ്കിൽ വലിയ പള്ളി 10 കോടിക്ക് ഉണ്ടാക്കിയ പോരാ, അതിന് 4 സ്ഥലത്ത് ആവുന്നുണ്ടെങ്കിൽ 4 മൊല്ലാക്കാനെയും ഹെൽപ്പറേയും അവിടെയൊക്കെ വെച്ചാൽ കഴിയൂലേ? ഈ ചെറിയ നിസ്കാര പള്ളി ഉണ്ടാക്കിയാൽ മതി. പള്ളിയാണ് ഉണ്ടാക്കാനല്ലാതെ ഇതിൽ നിസ്കാരം ശരിയാകണം ആർക്കുള്ളത്? ഒരാൾക്കില്ല. അതെ, പള്ളിനുള്ളിൽ വരെ മൂത്രപ്പുര. ഇതല്ലേ ചെയ്യണ്ടേ? അതിനൊന്നും നടക്കൂല അന്നത്തെ കാലത്ത്. എന്നുവെച്ച് പള്ളി ചേർത്തേക്കണം. പള്ളി എന്നാൽ 10 ആളെ നിസ്കരിക്കാൻ പറ്റും. അവനെ മോലിയർക്ക് ബാങ്ക് കൊടുത്ത് ബാങ്കിന്റെ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് മുപ്പരിപ്പടം നിന്നോട്ടെ, ഇക്കാമത്ത് കൊടുക്കണവരെ ആളോട് മോലിയന്നെ പറഞ്ഞു കൊടുക്കാം. 10 ആൾ ജമാഅത്തിന് വരുള്ളൂ. എന്നാ പിന്നെ ഇടക്കിടക്ക് പറഞ്ഞു കൊടുത്താൽ മതിയോ? ഇന്ന് വലിയ വലിയ പള്ളി കയറ്റും. ഈ പള്ളിക്ക് കയറിയ ആളുകളുടെ നിസ്കാരം സ്വഹീഹാണെന്ന് എന്ത് വകുപ്പുള്ളത്? ആരെ ഉള്ളൂ ശരി? ശരിയായ പോലല്ലോ ആദാബ് വേണ്ടേ? ആ വുളു ഞാൻ ഭംഗിപ്പെടുത്തണം. അതായത് ആദ്യം ചെയ്യേണ്ട സുന്നത്ത് ആദ്യം, പിന്നെ ചെയ്യേണ്ട സുന്നത്ത് പിന്നെ. ഫർളന് ശരിയാവില്ലല്ലോ. നെറ്റിയുടെ അങ്ങേ ഭാഗം മുതൽ താടിയെല്ലിന്റെ അവസാനം വരെയല്ലേ എന്ത് നീളത്തിലും, പിന്നെ ഒരു ചെവിക്കുറ്റി മുതൽ മറ്റേ ചെവിക്കുറ്റി വരെ അകലത്തിലും ഇതല്ലേ വുളു? മുഖം. ഈ മുഖത്തിൽ മര്യാദയ്ക്ക് വെള്ളം കയറ്റുന്ന ആരാ? ഇറക്കി ചെയ്തു. എന്തേ? ഇത് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. വുളു കയറ്റി ചെയ്തു. എന്തേ? ഇത് ഉൾപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തുക. നെരിയാണി വരെ കഴിക്കാൻ മതി, പക്ഷെ സാക്കിലേക്ക് കയറ്റി കഴിയണം റസൂലുള്ളാ. എന്തേ? നെരിയാണി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഇതൊക്കെ ഇപ്പൊ ഫർളനല്ലേ, പിന്നെ സുന്നത്താ. മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റൽ പതിവാക്കിയൊരു മനുഷ്യൻ രോഗം ഉണ്ടാവും ചങ്ങായി.
ഒരു ഡോക്ടറെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. ഈ മുസ്ലിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര രോഗം വന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം മുസ്ലിങ്ങൾക്ക് ഒരിക്കലും രോഗം വരാത്ത ചില നിർബന്ധ കർമ്മങ്ങൾ അവർക്കുണ്ടല്ലോ. ഒരു ഹിന്ദുവായ ഡോക്ടർ ഒരു 4-5 കൊല്ലം മുമ്പ് പറഞ്ഞ ഒരു പ്രസംഗത്തിൻ്റെ ക്ലിപ്പ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് ഈ രോഗം ഇങ്ങനെ മുസ്ലിങ്ങൾക്ക് വരുന്നത്? എന്താ അവർക്ക് പറ്റിയത്? എന്തുകൊണ്ട്? ഫിസിക്കലായി രോഗം വരാനാവാത്ത ചില പ്രശ്നങ്ങൾ ഗുണങ്ങൾ മുസ്ലിമീങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ എന്താ, ആ ഡോക്ടർ പറഞ്ഞത് ശരിയാണ്, പക്ഷെ ഡോക്ടർ അതിന് അപ്പുറം മനസ്സിലാക്കിയില്ല. ആ ഉളു ഇപ്പൊ മുസ്ലിമീങ്ങളുടെ കയ്യിൽ ഇല്ല. മൻ തവല്ലഅ ഫഅഹ്സനൽ വുളൂഅ, അങ്ങനെ ഉളു ചെയ്താലോ ഖറജത് ഖതായാഹു, അവന്റെ സകല ദോഷങ്ങളും പുറത്തു പോകും. മിൻ ജസദിഹി, അവന്റെ ശരീരത്തിൽ നിന്ന്. ഹത്താ തഖ്റുജ മിൻ തഹ്തി അൽഫരിഹി, മുഖത്തിന്റെ താഴെ ഭാഗത്ത് നിന്ന് അത് കുഴിഞ്ഞുകൊണ്ടേയിരിക്കും ദോഷങ്ങൾ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദോഷങ്ങളൊക്കെ പുറത്തുപോയി. സൂക്ഷ്മതയോടുകൂടെ wudu ചെയ്താൽ. മൂക്കിൽ വെള്ളം കയറ്റിച്ചിട്ടിലൊക്കെ വലിയ സംഭവമാണ്. 2 വട്ടം അത് ശ്രദ്ധിച്ച് ചെയ്യേണ്ടി വരും. ഇങ്ങനെ കയറ്റി നല്ലോണം വെള്ളം. അപ്പം എന്തായി, എൻ്റെ കൂടെ വൃത്തികളും മുഴുവൻ പോയി. നല്ലോണം ഇതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കി.